പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും ജീവൻ്റെ വഴി എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം ജയത്തിൻ്റെ മഹോത്സവങ്ങളാക്കി തീർക്കണമേ. വരിക, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും എന്നരുളി ചെയ്ത അങ്ങയുടെ വാഗ്ദത്തം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരുടെ മേൽ നിറയട്ടെ. ദൈവം ക്രിസ്തുയേശു മുഖാന്തരം വാഗ്ദത്തം ചെയ്ത ആത്മാവിനെ ഉള്ളങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശത്തുമുള്ള ഞങ്ങളുടെ തലമുറകൾക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിൻ സന്നിധിയൻ മോദം, നിൻ പാദമെൻ അഭയവുമേ. നിൻ സന്നിധിയൻ മോദം, നിൻ പാദമെൻ അഭയവുമേ. നിൻ മുഖശോഭയൻ ശരണം ദിനവും എന്നുമെൻ രക്ഷകനേ. നിൻ മുഖശോഭയൻ ശരണം ദിനവും എന്നുമെൻ രക്ഷകനേ. മണ്ണിൻ മഹിമകൾ വേണ്ടെനിക്ക്, വിണ്ണിൻ്റെ ദർശനമൊന്നു മതി. പൊന്നിൻ തിളക്കമെൻ കണ്ണുകളിൽ മിന്നിടാതെന്നെ നീ കാത്തിടണേ. മണ്ണിൻ മഹിമകൾ വേണ്ടെനിക്ക്, വിണ്ണിൻ്റെ ദർശനമൊന്നു മതി. പൊന്നിൻ തിളക്കമെൻ കണ്ണുകളിൽ മിന്നിടാതെന്നെ നീ കാത്തിടണേ. നിൻ സന്നിധിയൻ മോദം, നിൻ പാദമെൻ അഭയവുമേ. നിൻ മുഖശോഭയൻ ശരണം ദിനവും എന്നുമെൻ രക്ഷകനേ. നിൻ മുഖശോഭയൻ ശരണം ദിനവും എന്നുമെൻ രക്ഷകനേ. സ്വർഗയെരൂശലേം പട്ടണത്തിൽ നീതിയിൻ സൂര്യനോടൊത്തു ചേർന്നു നിത്യം വസിക്കുന്ന നാളുകളോർത്തു ഞാനീ ധരവിടുവാൻ കാക്ഷിക്കുന്നേ. സ്വർഗയെരൂശലേം പട്ടണത്തിൽ നീതിയിൻ സൂര്യനോടൊത്തു ചേർന്നു നിത്യം വസിക്കുന്ന നാളുകളോർത്തു ഞാനീ ധരവിടുവാൻ കാക്ഷിക്കുന്നേ. നിൻ സന്നിധിയൻ മോദം, നിൻ പാദമെൻ അഭയവുമേ. നിൻ സന്നിധിയൻ മോദം, നിൻ പാദമെൻ അഭയവുമേ. നിൻ മുഖശോഭയൻ ശരണം ദിനവും എന്നുമെൻ രക്ഷകനേ. നിൻ മുഖശോഭയൻ ശരണം ദിനവും എന്നുമെൻ രക്ഷകനേ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവന്റെ വഴി എന്നീ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ കഴിഞ്ഞ ദിനത്തിൽ നാം പങ്കുവെച്ചത് ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ
എഴുന്നേറ്റ് പണിയുക എന്നുള്ള വചനത്തോട് ചേർന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദും ദൈവവുമായിട്ടുള്ള വൈകാരികമായ ബന്ധത്തിൽ ഇടിവുകൾ സംഭവിച്ചു. പാപത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തിൽ നകന്നുപോയി വ്യഭിചാരിയും കൊലയാളിയുമായി തീർന്ന ദാവീദിനെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും നാഥാൻ പ്രവാചകനിൻ്റെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദും ദൈവവുമായിട്ടുള്ള വൈകാരികമായ ബന്ധത്തിൽ ഇടിവുകൾ സംഭവിച്ചു. പാപത്തിൻ്റെ അനുഭവത്തിൽ ദൈവത്തിൽ നകന്നുപോയി വ്യഭിചാരിയും കൊലയാളിയുമായി തീർന്ന ദാവീദിനെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും നാഥാൻ പ്രവാചകനിൻ്റെ പാപിയെ സ്നേഹിക്കുന്നവനായ ദൈവം, പാപത്തെ വെറുക്കുന്നവനായ ദൈവം ദാവീദിൻ്റെ ഭവനത്തിലേക്ക് അയക്കുന്ന കാഴ്ച നാം കണ്ടു കഴിഞ്ഞു. ദൈവമക്കളെ, ഒരു സംഭവത്തിലൂടെ ദാവീദിൻ്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തുവാൻ നാഥാൻ ദാവീദ് രാജാവിനോട് ഉണർത്തിക്കുന്ന ഒരു സങ്കട കഥ. അങ്ങ് ഭരിക്കുന്ന രാജ്യത്തിൽ പാവപ്പെട്ടവനായൊരു മനുഷ്യനും ധനാഢ്യനായിരിക്കുന്ന ഒരു മനുഷ്യനും ജീവിച്ചിരുന്നു. ധനാഢ്യനായ മനുഷ്യന് അനേകം ആടുമാടുകളും മൃഗസമ്പത്തുകളും ഉണ്ടായിരുന്നു. തൻ്റെ വീട്ടിലേക്ക് അതിഥിയായി കടന്നു വന്ന ഒരു വഴിപോക്കിന് വേണ്ടി ധനാഢ്യനായ മനുഷ്യൻ പാവപ്പെട്ടവൻ്റെ തൊഴുത്തിലേക്ക് കടന്നു ചെന്ന് അവൻ ഊണിലും ഉറക്കത്തിലും ഒരു വീതം കൊടുത്ത് വളർത്തിയ പെണ്ണാട്ടിൻകുട്ടിയെ ബലമായി പിടിച്ചു കൊണ്ടുപോയി തൻ്റെ ഭവനത്തിലേക്ക് വന്ന അതിഥിക്കായി അതിനെ കൊന്ന് പാകപ്പെടുത്തി അതേ ഭക്ഷണമായി വിളമ്പിയ അനുഭവം നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പങ്കുവെക്കുകയാണ്. ദൈവമക്കളെ, കോപക്രാന്തനായ ദാവീദ് ചാടി എഴുന്നേറ്റ് നാഥാൻ പ്രവാചകനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഭരിക്കുന്ന ഇസ്രായേലിൽ ഈ കിരാതമായ ഹീനകൃത്യം ചെയ്ത വ്യക്തി അവൻ മരണയോഗ്യൻ. അവൻ ആടിനെ ബലമായി കൊണ്ടുപോയി പാകപ്പെടുത്തി കൊലപ്പെടുത്തി അതിഥിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണമെന്ന് ദാവീദ് രാജാവ് കൽപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ വിന്യാദിനായി എഴുന്നേറ്റ് നിന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ മുഖത്ത് നോക്കി ദാവീദ് രാജാവിനോട് പറയുകയാണ്, അല്ലയോ ദാവീദേ, ആ മനുഷ്യൻ നീ തന്നെ. എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, ഒരു ചാട്ടുളി പോലെ ദാവീദിൻ്റെ ചങ്കുകൂടിനെ പിളർത്ത് ആ വചസ്സുകൾ കടന്നു ചെന്നു. അതേ, നാഥാൻ ചോദിച്ചു, ഒന്നുമില്ലാതിരുന്ന അട്ടുമുഷ്കനാരി ജീവിച്ചിരുന്ന അനുഭവത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായി ഭാര്യമാരും വെപ്പാട്ടികളും സമ്പത്തും ധനവും നിന്ന് യുവരാജാവാക്കിയ നീ, അതേ പാവപ്പെട്ടവനായ നിന്റെ സൈനികനായിരിക്കുന്ന ഊരിയാവിൻ്റെ ഭാര്യയെ നീ ബലമായി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും ആ സ്ത്രീയെ നീ പാപത്തിനടിമപ്പെടുത്തി അവരെൻ്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്തു. അത് മൂടിവെക്കുവാൻ യുദ്ധമുന്നണിയിലേക്ക് യോബാവിന് അതേ കത്ത് കൊടുത്തു വിട്ട് കൊലച്ചതിയിൽ നീ അവനെ മൃഗീയമായി കൊലപ്പെടുത്തി. അതുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, ആടിന് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കും. നീ ഇരുളിൻ്റെ മറവിലാണ് ഇത് ചെയ്തത്. ദാവീദേ, നീ ഇത് ചെയ്തതുകൊണ്ട് അതേ വാൾ നിന്റെ ഗൃഹത്തെ വിട്ടുമാറുകയില്ല. ദൈവമക്കളെ, ദൈവവുമായിട്ടുള്ള വൈകാരിക ബന്ധം നഷ്ടപ്പെടുത്തി പ്രാർത്ഥന അന്യമായി മട്ടുപ്പാവിലൂടെ ഉലാത്തിയ ദാവീദിൻ്റെ പിന്നാമ്പുറത്തേക്കുള്ള ജീവിതത്തിൽ ഒരിക്കലും അവന് പിന്നീട് സമാധാനവും സ്വസ്ഥതയും സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല. അവന് ജനിച്ച തബാർ എന്ന് പറയുന്ന അവൻ്റെ മകളെ, അവൻ്റെ അമ്നോൻ എന്ന് പറയുന്ന മകൻ, ആമേൻ, മൃഗീയമായി അവളെ ബലാത്സംഗം ചെയ്ത് ആ പെൺകുഞ്ഞിൻ്റെ ചാരിത്രം നശിപ്പിക്കുന്നത് പിന്നാമ്പുറത്ത് കാണുവാൻ കഴിയും. അതേ മകനെ, അമ്നോം രാജകുമാരനെ, ദാവീദിൻ്റെ മറ്റൊരു പുത്രനായിരിക്കുന്ന അബ്ശോലോം രാജകുമാരൻ ഒരു കൊട്ടേഷൻ സംഘത്തെ കൊടുത്ത് ആടിനെ രോമം കത്തിരിക്കുന്ന ചടങ്ങിൽ വെച്ച് മൃഗീയമായി കൊലപ്പെടുത്തുന്ന അനുഭവം ഞാനും നിങ്ങളും വചനത്തിലൂടെ പഠിക്കുന്നു. പ്രിയ ദൈവജനമേ, ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തതായ പാപത്തിൻ്റെ ഹീനമായ ചെയ്തികൾ നാഥാൻ പ്രവാചകൻ അവനോട് പറഞ്ഞതുപോലെ തന്നെ ഭവിഷ്യത്തുകളായി ഓരോന്നോരോന്നായി കടന്നു വരികയാണ്. അതേ, ദൈവം അഭിഷേകം ചെയ്ത്
ഇസ്രായേലിൻ്റെ രാജാവാക്കി. അതേ ദൈവസന്നിധിയിൽ കാലത്തും ആമേൻ ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞവൻ, 7 നേരം പ്രാർത്ഥിച്ചിരുന്നവൻ, യാമാരംഭത്തിൽ പ്രാർത്ഥിച്ചവൻ, ഉത്തരവാദിത്വം മറന്ന് മട്ടുപ്പാവിനോട് ഉലാത്തി പാപത്തിലേക്ക് വശംവദമായി അവരെൻ്റെ ഭാര്യയെ പ്രാപിച്ച് തെറ്റ് ചെയ്തവനായിരിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത ഹീനകൃത്യത്തിൻ്റെ പരിണതഫലം ഓരോന്നോരോന്നായി അനുഭവിക്കുകയാണ്. അതേ നാഥാൻ പറഞ്ഞ വചസ്സുകൾ, നീ ഈ ഹീനമായി ചെയ്തതുകൊണ്ട് ആട്ടിൻ കുഞ്ഞുട്ടിക്ക് വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. ബേസബായിൽ ജനിച്ച കുഞ്ഞ് ദീനം പിടിച്ച് മരിക്കുകയാണ്. രണ്ടാമത് ഞാൻ കണ്ടു, അവൻ്റെ പുത്രിയായിരിക്കുന്ന തമാറിനെ അമ്നോൻ രാജകുമാരൻ ആമേൻ വയറുവേദന നടിച്ച് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി സഹോദരന് ഭക്ഷണവുമായി കടന്നു വന്ന സ്വന്തം കുഞ്ഞു പെങ്ങളെ അവളുടെ പാത്രം തട്ടിത്തെറിപ്പിച്ച് ബലമായി പിടിച്ച് അവളോടുകൂടെ ശയിച്ച് അവളെ നശിപ്പിക്കുമ്പോൾ ഓർക്കുക, അനർത്ഥങ്ങൾ ഓരോന്നോരോന്നായി ദാവീദിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. തീർന്നില്ല, തൻ്റെ സഹോദരിയെ അനുജൻ നശിപ്പിച്ചു എന്നറിയുമ്പോൾ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന അബ്ശോലോം രാജകുമാരൻ അമ്നോം രാജകുമാരനെ ആമീൻ ഒരു വിരുന്ന് സ്ഥലത്ത് രോമം കത്തിരിക്കുന്ന ചടങ്ങിൽ അവനെ കൂട്ടിവരുത്തി അതേ കൊലയാളി സംഘത്തോട് പറഞ്ഞു, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നവനെ നിങ്ങൾ ആ വിരുന്നിൻ്റെ മധ്യ അടിച്ചു കൊല്ലണം. ദൈവമക്കളെ, സഹോദരൻ്റെ കൊട്ടേഷൻ സംഘം സ്വന്തം അനുജ്യൻ അതേ സഹോദരിയെ നശിപ്പിച്ചതായിരിക്കുന്ന അമ്നോം രാജകുമാരനെ അബ്ശോലോം രാജകുമാരൻ്റെ സംഘം ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ മൃഗീയമായി അടിച്ചു കൊലപ്പെടുത്തുന്ന കാഴ്ച. തീർന്നില്ല പ്രിയ ദൈവജനമേ, അതേ തൻ്റെ രാജ്യം പിടിച്ചെടുക്കുവാൻ വേണ്ടി ദാവീദുമായിട്ട് പകയോടെ ചണ്ടയോടെ നിൽക്കുന്ന മൂത്ത മകനായിരിക്കുന്ന അബ്ശോലോം രാജകുമാരൻ ദാവീദിൻ്റെ വെപ്പാട്ടിമാരെ ഭാര്യമാരെ പരസ്യമായി പകൽ വെൺമാടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുമായി പാപബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഒരു കോവർ കഴുതയുടെ പുറത്ത് കയറി അബ്ശോലോം രാജകുമാരൻ ഓടിപ്പോകുമ്പോൾ കരിവേലകത്തിൽ അവൻ്റെ തലമുടി അതിൽ കുരുക്കപ്പെട്ട് അവൻ്റെ കവയ്ക്കിടയിൽ നിന്നുകൊണ്ട് അതേ കഴുതയോടിപ്പോയപ്പോൾ അതാ കരുവേലകത്തിൽ മുടി കുരുക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു അബ്ശോലോം രാജകുമാരനെ കാണുവാൻ കഴിയും. അതേ ദാവീദിൻ്റെ പടയാളിയായ യോവാബിന് അറിവ് കിട്ടിയപ്പോൾ അതേ അവൻ പടക്കാരുമായി ചേർന്ന് 4 കുന്തം അവൻ്റെ ചങ്കിലേക്ക് കുത്തിയിറക്കി ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ദാവീദിൻ്റെ മൂത്ത മകനെയും തല്ലിക്കൊലപ്പെടുത്തുന്ന കാഴ്ച വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. എവിടെയാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള വൈകാരിക ബന്ധം തകർന്നു പോകുന്നത്? ഇന്ന് ആനുകാലിക ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ എന്തേ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി പിടിച്ചു പോകുന്നത്? മദ്യത്തിനും കഞ്ചാവിനും ലഹരിക്കും അശുദ്ധ പാപത്തിനും പോകുമ്പോൾ ദൈവജനമേ ഓർത്തുകൊള്ളണം, കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയായി നിൽക്കേണ്ട മാതാപിതാക്കൾ ഇന്ന് പ്രാർത്ഥന ജീവിതം അന്യം നിന്ന് പോയി. എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും ദൈവമക്കളുണ്ടെങ്കിൽ വചന കേൾവിയിലൂടെ സത്യ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. ദാവീദിൻ്റെ ജീവിതത്തിൽ നാഥാൻ പ്രവാചകൻ ഈ തെറ്റ് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നെടുമ്പാട് വീണ് ദാവീദ് വിളിച്ചു പറയാണ്, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണം, നിന്റെ സോപ്പാ കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ. നമ്മളൊരു കാര്യം ഓർക്കണം, യേശു കർത്താവിൻ്റെ അതേ ദാവീദിൻ്റെ ഗോത്രത്തിൽ അവൻ്റെ വേരും കൊമ്പുമായിട്ടാണ് പാപിയെ തേടി വന്ന കർത്താവ് ഈ ഭൂമിയിൽ പിറന്നു വീണത്. പാപിയായ മനുഷ്യ, എന്നെയും നിന്നെയും അവൻ സ്നേഹിക്കുകയാണ്. ഇന്ന് ദൈവവും മനുഷ്യനുമായിട്ടുള്ള വൈകാരിക ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കണമേ, സാത്താൻ ഒരു ഭവനം തകർക്കുവാൻ, ഒരു വ്യക്തി ജീവിതത്തെ തകർക്കുവാൻ യേശു തൻ്റെ പരിശുശ്രൂഷയിൽ പറഞ്ഞു, ആമീൻ, ബലശാലിയുടെ ഭവനം കവർച്ച ചെയ്യപ്പെടുവാൻ സാത്താൻ മുതിർന്നു വരുമ്പോൾ, കള്ളനും കവർച്ചക്കാരൻ കടന്നു വരുമ്പോൾ ബലശാലിയെ പിടിച്ച് ബന്ധിച്ചാൽ വീട്ടു സാമാനങ്ങൾ ആമേൻ അവന് ശീഘ്രമായി കവർന്നു കൊണ്ടുപോകുവാൻ കഴിയും. എന്താണ് ഒരു ക്രൈസ്തവ ഭവനത്തിൻ്റെ സുരക്ഷിതമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന ബലവും കോട്ടയും? കുഞ്ഞേ, അത് നമ്മുടെ പ്രാർത്ഥന ഉപവാസവുമാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ക്രൈസ്തവ ഭവനങ്ങളിൽ നിന്ന് ആരാധനയും പ്രാർത്ഥനയും അന്യം നിന്ന് പോയിരിക്കുന്നു. ഇന്ന് ജീവൻ്റെ വഴി എന്ന ശുശ്രൂഷ ശ്രവിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ്? ഒരു കാലത്ത് രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന അമ്മയപ്പന്മാരുള്ള വീടല്ലായിരുന്നു. ആരാധനയ്ക്ക് കൊതിയോടെ കിലോമീറ്ററുകൾ നക്തപാതമായി സഞ്ചരിച്ചാരായി സംബന്ധിച്ചതല്ലേ?
ദൈവമക്കളെ, ആരാധനയുള്ള പ്രാർത്ഥനയുള്ള ഭവനത്തെ ദൈവം വേലികെട്ടി സൂക്ഷിക്കും. ഈ യോബിൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണുന്ന വൈകാരികമായൊരു ബന്ധമുണ്ട്. സാത്താൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് ആമേൻ അറപ്പാനും മുടിപ്പാനും വ്യഗ്രത പൂണ്ടവനായ സാത്താൻ അതേ ഭൂമിയിൽ നിന്ന് ഊടാടി സഞ്ചരിച്ച് ദൈവദൂതന്മാരോട് ചേർന്ന് ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാം അറിയുന്ന ദൈവം സാത്താനോട് ചോദിക്കുക, നീ എവിടെ നിന്ന് കടന്നു വരുന്നു? അവൻ പറഞ്ഞു, ഞാൻ ഭൂമി മുഴുവനും ഊടാടി സഞ്ചരിച്ച് കടന്നു വരുന്നു. ദൈവം ഒരു മറുചോദ്യം ചോദിച്ചു, നീ എൻ്റെ ദാസനായിരിക്കുന്ന ഈ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, സാത്താൻ അതിന് കൊടുക്കുന്ന മറുപടിയുണ്ട്. ഈ യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ തിരുവെഴുത്ത്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നപ്പോൾ അവിടെ കൂടുതൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്ന ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവൻ ഭൂമിയിൽ ആരുമില്ലല്ലോ. അതിന് പ്രത്യുത്തരമായി ഈ സാത്താൻ കൊടുക്കുന്ന മറുപടി, ചുമ്മാതി അല്ലയോ ദൈവമേ, യോബ് നിന്നെ ഭജിക്കുന്നത്? നീ അവനും അവന് വീടിന് ചുറ്റും അവനുള്ള സർവ്വത്തിനും വേലി കെട്ടിയിരിക്കുകയല്ലേ? എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥനയുള്ള കുടുംബം, ആരാധനയുള്ള കുടുംബം, ദൈവഭയമുള്ള കുടുംബം, ദൈവം അതിനെ വേലി കെട്ടി സൂക്ഷിക്കും. എവിടെയാ നമ്മുടെ വേലി പൊളിഞ്ഞത്? എന്തേ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോയത്? ഇന്ന് നീ ശാന്തമായി ചിന്തിക്കണം. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. ദാവീദിൻ്റെ തെറ്റ് വെളിപ്പെടുത്തിയപ്പോൾ ദാവീദ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നെടുമ്പാടി വീണ് കരഞ്ഞെങ്കിൽ, ഇന്ന് ആ വചനം ശ്രവിക്കുന്ന ദൈവമക്കളെ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പറയണം, നമുക്ക് എഴുന്നേറ്റ് പറയണം, കർത്താവേ, എൻ്റെ പ്രാർത്ഥന ജീവിതം കുറവ് പറ്റിയിട്ടുണ്ട്, ആരാധനയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കേരളക്കരയിലെ പുല്ലുമേഞ്ഞ ചാണകം മെഴുകിയ കീറപ്പാവിരിച്ച ഭവനങ്ങൾ ഒരിക്കൽ ഒരു നാളിൽ പ്രഭാതത്തിൽ കടന്നു പോകുകയാണെങ്കിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആമേൻ ദൈവസന്നിധിയിൽ അതിരാവിലെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കുടുംബമുണ്ടായിരുന്നു. ഓരോ സന്ധ്യയിലും ഇന്ന് പകൽ മുഴുവൻ കരുണയോടെ കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നന്ദി കരേറ്റുന്ന ഭവനമുണ്ടായിരുന്നു. സ്ഫുടമായി വേദവായനയുള്ള കുടുംബമുണ്ടായിരുന്നു. ഇന്ന് നവമാധ്യമങ്ങൾ ഭവനങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ആരാധന അന്യം നിന്നു, പ്രാർത്ഥന അന്യം നിന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, കുഞ്ഞെ, നീയും ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. മനുഷ്യനുമായുള്ള ഒന്നാമത്തെ ഞാൻ കണ്ടു, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. 2, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. ഇന്ന് കേരളത്തിൽ ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം പെരുകുക. നൊന്തുപെറ്റ് ജന്മം നൽകിയ മാതാപിതാക്കൾ എന്തിയെ തെരുവോരത്തേക്ക് വലിച്ചെറിയപ്പെട്ടത്. 5-6 മക്കളുള്ള മാതാപിതാക്കൾ ഇന്ന് ഓൾഡ് ഏജ് ഹോമിൽ മറ്റുള്ളവരുടെ സംരക്ഷണം വളരുകയാണ്. നമുക്കെവിടെയാണ് വീഴ്ച പറ്റി, ഇടിവ് പറ്റിയത്? സഹോദരങ്ങൾ തമ്മിൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി തമ്മിൽ അടിക്കുന്നതായിരിക്കുന്ന അനുഭവം. പഴയ നാളുകളിൽ പ്ലാവേൽ ഒരു ചക്ക കായ്ച്ചാൽ തലമുതിർന്ന കാരണവർ പറയും, അത് ഇട്ട് 4 വീതം വെച്ച് കിഴക്കേ ഭാഗത്തും പടിഞ്ഞാറേ വീട്ടിലും തെക്കേ വീട്ടിലും സഹോദരങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് ചീഞ്ഞളിഞ്ഞ് ആമേൻ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് എറിയുമ്പോൾ നീ അത് കൊടുക്കുന്നൊരു അനുഭവമുണ്ടോ? ഇന്നൊരു കല്യാണം വന്നു. പഴയ നാളുകളിൽ സഹോദരങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചായിരുന്നു. ഇന്ന് മുന്തിയതായിരിക്കുന്ന ഓഡിറ്റോറിയങ്ങളും കേറ്ററിംഗ് സെൻ്ററുകളിലേക്കും ഇന്നെല്ലാം ബുക്ക് ചെയ്തു, വന്നോ കഴിച്ചോ പോയിക്കൊള്ളുക. ഇന്ന് ബന്ധങ്ങൾ ശിഥിലമാകുന്നൊരു കാലഘട്ടത്തിൽ ഈ വചന കേൾവി മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ജന്മം നൽകിയ മാതാപിതാക്കളെ തെരുവോരത്തേക്ക് എറിയുന്ന കുഞ്ഞുങ്ങളുള്ള ഈ തലമുറ മധ്യേ ദൈവമക്കളെ, ആ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കണം. ഞാൻ 3-ാമത്തെ ചിന്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. ദോരപൂണ്ട മനുഷ്യൻ ഇന്ന് അതേ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങളും പ്രകൃതിയുടെ മേൽ കടന്നുകയറ്റം നടത്തി കാടുകളെ വെട്ടിവെളിപ്പിച്ച് ആനത്താരകൾ കയ്യേറിയും അതേ മൃഗങ്ങളെ ചൂഷണം ചെയ്തും. ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു, ഭൂമിയിൽ അതാതു തരമുള്ള വൃക്ഷങ്ങൾ, അതിലുള്ള ഫലങ്ങൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഭക്ഷണമായി വെച്ചു. ഇന്ന് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതേ യെശയ്യാ 24:5 പറയുന്നു,
ഭൂമി അതിലെ നിവാസികളിൽ മലിമസമായി. അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തി. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി. അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. ഇന്നത്തെ ചൂടും പ്രകൃതിയുടെ കാലാവസ്ഥയുടെ വ്യതിചലനങ്ങളും അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ന് കേട്ട 3 ചിന്തകൾ എവിടെയെല്ലാമാണ് ഇടിഞ്ഞു കിടക്കുന്നത്? 1, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. 2, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. 3, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം. നമുക്കൊരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമായി വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന ഈ വചന കേൾവിക്കായി, ജീവൻ്റെ വഴി എന്ന സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതത്തിൽ ഇടിവ് പറ്റിയിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യനും മനുഷ്യമായുള്ള ബന്ധത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പ്രകൃതിയും മനുഷ്യമായുള്ള ബന്ധത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കർത്താവെ, ഇതൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടുവാൻ, ഈ വചനക്കേൾവി ഞങ്ങളുടെ ജീവിതം ഒന്ന് പുതുക്കുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിൽ, ആരാധന ജീവിതത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്നുള്ള സ്വർഗം സഹായിക്കണമേ. രോഗത്താൽ വലയുന്ന മക്കളുണ്ട് ദൈവമേ, ഭാരം അനുഭവിക്കുന്നവരുണ്ട്. സഹോദരന്മാർ തമ്മിൽ അതേ ഭിന്നതയിലും കലകത്തിൽ നിൽക്കുന്നവർ ഒത്തൊരുമിച്ച് വരുവാൻ ഈ വചന കേൾവി സഹായിക്കണമേ. പ്രാർത്ഥന ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചേർന്നൊരു സ്വർഗം സഹായിക്കണമേ. പ്രകൃതിയെ പരിപാലിക്കുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനും ദൈവവചനം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തു മകനെ ഞങ്ങൾ താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഏഴകളെ അനുഗ്രഹിക്കുമാറാകണമേ. ആമീൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും പൊന്നേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ ശ്രേഷ്ഠനവൻ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ ശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും പാട്ടും യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ ആരാധിക്കാം. രക്ഷിക്കുന്ന നാമം, രക്ഷിക്കുന്ന നാമം, വിടുതൽ നൽകുന്ന നാമം, സൗഖ്യം നൽകുന്ന നാമം, കരുണ വർഷിക്കുന്ന നാമം, തലമുറകളെ അനുഗ്രഹിക്കുന്ന നാമം. ഹല്ലേലൂയ. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിനെ കണ്ടുമുട്ടിയതാണ്. ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിനെ തിരിച്ചറിഞ്ഞതാണ്. കരുണയുള്ള ദൈവമേ കർത്താവേ, അന്ത്യത്തോളം നിന്റെ പൊന്നുമുഖത്തേട്ട് നോക്കി ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങി ഞങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും കൈക്കൊണ്ടത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കാണും വരെ ദൈവ സാന്നിധ്യം നിങ്ങളെ വഴി നടത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.